നമസ്കാരം ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ സ്കൂൾ ഡ്രാമകൾ ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ കോളേജ് ഡ്രാമകൾ ചെയ്തില്ലല്ലോ. ഒരുപാട് കോളേജ് ഡ്രാമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കോളേജ് ഡ്രാമ എന്ന് പറയുമ്പോൾ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന കപ്പിൾസിന്റെ ലവ് സ്റ്റോറി, അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പറയുന്ന സ്റ്റോറീസ്, ഇങ്ങനത്തെ ഡ്രാമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് പോവല്ലേ. ഫസ്റ്റ് ഡ്രാമയാണ് DRM. 2022 റിലീസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രാമയാണ് DRM കേട്ടോ. ഇത് കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. കോളേജിലുള്ള ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു ഡ്രാമയാണ് കേട്ടോ. ഞാൻ മുന്നേ പറയാണ്, സിമ്പിൾ ഡ്രാമയാണ്. നിങ്ങൾ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള വലിയ കഥകളും ഒന്നുമില്ല, സിമ്പിൾ സ്റ്റോറിയാണ്. ഇപ്പോൾ കോളേജിൽ നടക്കുന്ന ലവ് സ്റ്റോറീസ്, അതേപോലെ തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം ഈ ഡ്രാമകൾ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഒരു സ്റ്റോറിയാണ് DRMലും പറയുന്നത്. ഇതിലുണ്ടല്ലോ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജ് യൂണിവേഴ്സിറ്റിയിലുണ്ടല്ലോ ഒരു പോസ്റ്റ് വൈറൽ ആവുകയാണ് കേട്ടോ. DRM എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വൈറൽ ആവുകയാണ്. പക്ഷെ അത് ആരാണ് ആ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് ആർക്കും തന്നെ അറിയില്ല. അപ്പൊ അത് ലാസ്റ്റ് റിവീൽ ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഇതിലുണ്ടല്ലോ 2 കപ്പിൾസിന്റെ സ്റ്റോറിയാണ് കേട്ടോ ഈ ഡ്രാമയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാഹ്യേസു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ജെഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറുമാണ് കേട്ടോ. അപ്പൊ ഈ കപ്പിൾസിനെ കൂടാതെ പിന്നെ ഇതിൽ സെക്കൻഡ് ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ബേഹ്യോൺ സങ്, റോ ജോൺയോ എന്ന് പറയുന്ന ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ കെമിസ്ട്രി, ഇവരുടെ റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രാമ നന്നായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമകളൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഡ്രാമ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അല്ലാതെ ഭയങ്കര വലിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഡ്രാമ മസ്റ്റ് വാച്ച് ആണ് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി സെക്കൻഡ് ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള ചീസ് ഇൻ ദ ട്രാപ്പ്. ഇതിലുണ്ടല്ലോ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഗോബ്ലിൻ എന്ന ഡ്രാമയത്തെ മെയിൻ ലീഡായിട്ട് അഭിനയിച്ച നടി ഉണ്ടല്ലോ, ആ ഒരു നടിയാണ് ഈ ഡ്രാമയിൽ അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു നടീൻ്റെ പെയറായിട്ട് അഭിനയിക്കുന്നത് പാക് ഹേജിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറുമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു ലവ് സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതായത് ഈ ഒരു ആക്ട്രസ് ഇതിൽ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ് കേട്ടോ നമ്മുടെ കഥയിലെ നായിക. റിച്ച് ഫാമിലിയിലത്തെ ഒരു പയ്യനാണ് നമ്മുടെ കഥയിലെ നായകനും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ്, ഇവർ തമ്മിലുള്ള ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറിയാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലത്തെ ഓരോ സീനുകൾ, അതുപോലെ തന്നെ ഇവരുടെ ഒരു നല്ലൊരു ഇമോഷൻസ് ഈ ഒരു ഡ്രാമയിൽ കൺവേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൽ 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത് കേട്ടോ. ഇനി തേർഡ് ഡ്രാമയാണ് 2021 റിലീസ് ആയിട്ടുള്ള അറ്റ് എ ഡിസ്റ്റൻസ് സ്പ്രിംഗ് ഈസ് ഗ്രീൻ കേട്ടോ. ഇതും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി പറയുന്ന ഡ്രാമയാണ്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് പാക് ജി ഹൂൺ, കാൺ മിന, ബെയിൻ ഹ്യൂക്ക്. ഈ ആക്ടറും ആക്ട്രസും ആണ് ഈ ഡ്രാമയിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഈ 2 ആക്ടേഴ്സിന്റെ ബോണ്ടിങ് ഇത് നന്നായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആക്ട്രസ് ഉണ്ടല്ലോ എല്ലാ സ്റ്റുഡൻസിൽ നിന്ന് കുറച്ച് ഇൻഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ നടന് ഫീൽ ചെയ്യാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഒന്നുകൂടി ക്ലോസ് ആവുന്നു, ഇവർ തമ്മിൽ പിന്നീട് ഇഷ്ടത്തിലാവുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. എനിക്ക് എന്തായാലും ഈ ഡ്രാമ ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ സജസ്റ്റ് ചെയ്തിട്ടുള്ള 5 ഡ്രാമകളും കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന ഡ്രാമകളാണ്. സോ എനിക്ക് കോളേജ് ഡ്രാമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ ഈ 5 ഡ്രാമകളും. സോ അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള തന്നെയാണ് അറ്റ് എ ഡിസ്റ്റൻസ് സ്പ്രിംഗ് ഈസ് ഗ്രീൻ എന്ന് പറയുന്ന ഡ്രാമ കേട്ടോ.
ഫോർത്ത് ഡ്രാമയാണ് 2016 റിലീസായിട്ടുള്ള ഹെലോ മൈ ട്വൻറ്റീസ്. അതായത് ഇതിലുണ്ടല്ലോ ഒരു 5 റൂംമേറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 കോളേജ് സ്റ്റുഡൻസ് തമ്മിൽ ക്ലോസ് ആവുക അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സോ അവർ ആദ്യം ഭയങ്കര സ്ട്രേഞ്ചേഴ്സ് ആണ്. കോളേജിലോട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ഹോസ്റ്റലിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. സോ ആ ഒരു 5 സ്റ്റുഡൻസിന്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. അവര് ക്ലോസ് ആവുന്നതും അതേപോലെ തന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും കോമഡി എലമെന്റ്സും എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ പേഴ്സണൽ ലവ് സ്റ്റോറീസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. മെയിൻ ആയിട്ട് കോമഡി, റൊമാൻസ്, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറി, ഇവർ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒക്കെയാണ് ഇതിൽ നന്നായിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഈ ഡ്രാമ ഇഷ്ടമാവും. ദൂരെയൊക്കെ നിന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞു 5 ആൾക്കാരാണ് ഇതിലുള്ളത്. സോ ആ ഒരു മെയിൻ ആയിട്ട് നമ്മുടെ പാക് ഹ്യൂബിൻ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസ് ഉണ്ട് കേട്ടോ. ആ ഒരു ആക്ട്രസിന്റെ നല്ലൊരു ഡ്രാമയാണ് ഹെലോ മൈ ട്വൻറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ആക്ട്രസിനെ കൂടാതെ ഇതിലുള്ളത് പാക് ഹേസു, ഹാൻ യേരി, ഹാൻ സെയോൺ, റിയു ഹ്വായങ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തരുടെ പേര് നേരെ മനസ്സിലാവില്ല. എന്തായാലും ഡ്രാമ കണ്ടു നോക്കി ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പൊ ഇതിൽ ടോട്ടൽ ആയിട്ടുണ്ടല്ലോ 2 സീസൺസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് സീസൺത്തെ കാസ്റ്റുകളല്ല സെക്കൻഡ് സീസണിൽ ഉള്ളത്. ചെറിയ ഡിഫറെന്റ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ ഇതിൽ ടോട്ടൽ ആയിട്ട് 26 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് ഡ്രാമയാണ് 2018 റിലീസ് ആയിട്ടുള്ള മൈ ഐഡീസ് ഗഗ്നം ബ്യൂട്ടി കേട്ടോ. ഇത് ഞാൻ ഈ ഡ്രാമിനെ പറ്റിയിട്ട് ഞാൻ വേറെ മുന്നത്തെ ഒരു വീഡിയോയില് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായികയുണ്ടല്ലോ, അവൾക്ക് കുട്ടികളിൽ നിന്നുള്ള ബുള്ളിങ്, അതായത് കുട്ടികൾ അവരുടെ ആ ഒരു അവളുടെ ലുക്ക് കൊണ്ട് റാഗിങ് ചെയ്യാണ് കേട്ടോ. സോ അതൊന്നൊക്കെ ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്, പ്ലാസ്റ്റിക് സർജറി ചെയ്യാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് അവൾ കോളേജിലോട്ട് എൻട്രി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കോളേജിലോട്ടൊക്കെ പുതിയ ഫ്രണ്ട്സാണ് അവളെ മീറ്റ് ആക്കുന്നത്. സോ ആ ഒരു ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരിക്കും ഇവളെ നോക്കി കാണുന്നത്, എങ്ങനെയായിരിക്കും ഇവളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിക്കുന്നത് ചായിൻവു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ഇം സോഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ആക്ട്രസ് നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുള്ളൊരു കുട്ടിയുടെ ക്യാരക്ടറാണല്ലോ അഭിനയിക്കുന്നത്. സോ അവൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ശേഷം അവളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, അവൾ എങ്ങനെയാണ് നമ്മുടെ ആക്ടറിനെ മീറ്റ് ആക്കുന്നത്, പിന്നീട് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നെല്ലാം ഇത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സോ ഇതും നല്ലൊരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ഇതിൽ നല്ലൊരു കഥ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിലും ഒരു സിമ്പിൾ സ്റ്റോറി ഉണ്ട്. സോ ആ ഒരു സ്റ്റോറി കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഡ്രാമകളെല്ലാം കാണണം കേട്ടോ. ഇതിൽ ടോട്ടൽ ആയിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇത്രയും കോളേജ് ഡ്രാമാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾ എല്ലാം ഡ്രാമ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമകളാണ് കേട്ടോ. സോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.